എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു, മനാമ സെന്ററിൽ തന്നെ ഉള്ള ചർച്ചാണിത്. 1939 ഈ ഒരു പള്ളി ഇവിടെ ബിൽഡ് ചെയ്തത് നമ്മുടെ ബഹ്റിനിൽ. അപ്പൊ ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് ഇറങ്ങിയതാണ്. ഞാൻ ഇടയ്ക്ക് പള്ളിയിൽ വരും കേട്ടോ. ഞാനും ഈ പള്ളിയായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ലാതിരുന്നപ്പോഴത്തേന് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഒരു അങ്കിളുണ്ട്, പോലീസിലാണ് ആ സമയത്ത് ബഹ്റിനിൽ. അപ്പം അങ്കിളുടെ വൈഫ് മേരി ആൻറ്റിയാണ് ഇതുപോലെ പറഞ്ഞത്, ഈ പള്ളി വന്നിട്ട് ഈ മാതാവിന്റെ മുന്നിൽ എന്ത് പ്രാർത്ഥിച്ചാലും ഉറപ്പായിട്ടും അത് നമുക്ക് ബലം ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയെ ഇതുപോലെ ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ ജനിക്കുന്നത്. അപ്പം ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ അമ്പലത്തിലല്ല പോയത്, ഫസ്റ്റ് വന്നത് ഈ പള്ളിയിലാണ്. അന്ന് അച്ഛനും അമ്മയും പ്രാർത്ഥിച്ച ആ ഒരു വിഷമത്തിന്റെയും കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് ഞാനുണ്ടായത്. അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും പറയും, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് നിന്നെ കാത്തോളും എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് സത്യം തന്നെ കേട്ടോ. നമുക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീല് വരാറുണ്ട്. അവിടെ ചെല്ലുമ്പം പള്ളിയിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ഫീല് വരാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. ഈ മാതാവിന്റെ അടുത്ത് മുട്ടുകുത്തി നിന്നാണ് അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു തന്നത്. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ മതത്തെയും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഹിന്ദു മതത്തിൽ ഇത് ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് എന്നെ കിട്ടി. അപ്പൊ എനിക്ക് ക്രിസ്ത്യൻസുമായിട്ടൊരു പ്രത്യേക ഒരിതുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ മുസ്ലിം നാട്ടിലാണ് ജനിച്ചത്, ബഹ്റിനിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രത്യേകതയായിട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട്. പിന്നെ 2-3 കൊല്ലം ഞാൻ നാട്ടില് ബോർഡിങ്ങിൽ നിന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി ക്രിസ്ത്യൻസിന്റെ പ്രെയറുകളും റോസറി പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ കുർബാനകള് എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. കുർബാനയ്ക്കൊക്കെ പോകാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. അവിടുത്തെ സിസ്റ്റേഴ്സുമാരുമായിട്ടൊക്കെ നല്ല കമ്പനിയാണ് ഇപ്പോഴും. ഞാൻ 2007 10th പാസ് ഔട്ട്. അപ്പോൾ ഇപ്പോഴും എനിക്ക് അവരുമായിട്ടൊക്കെ നല്ല അറ്റാച്ച്മെന്റ് ആണ്. അവർക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പൊ ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഫീല് തോന്നി, പള്ളിയിൽ പോകണം, ഒന്ന് കാണണം എന്നൊക്കെ ഒരു ഫീല് തോന്നി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര തിരക്കാണ് ആ റൂട്ടിൽ, നല്ല തിരക്കുള്ള റൂട്ട്, എപ്പോഴും പാർക്കിങ് കിട്ടത്തേയില്ല. അങ്ങനെ ഞങ്ങൾ ഇറക്കിയിട്ട് ഏട്ടനങ്ങ് പോയി. ഞാനും മോനും കൂടെയാണ് പള്ളിയിൽ പോയി തൊഴുതു, പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തോ ഒരു മനസ്സിലൊരു ശാന്തി കിട്ടിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നത് ഒരു 7:45 ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുക, നല്ല തിരക്കായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുർബാന കഴിഞ്ഞു, പിന്നെ അടുത്ത കുർബാനയ്ക്ക് 8:30 അടുത്ത കുർബാനയ്ക്ക് വേണ്ടി ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നല്ല തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഓൾ.